ഉരുൾപൊട്ടലിന് പിന്നാലെ ആലപ്പുഴയിൽ ഹരിതകർമ്മ സേനാംഗങ്ങൾ മന്ത്രിക്ക് പിരിച്ചു നൽകിയ പണം പഞ്ചായത്ത് കോർപ്പസ് ഫണ്ടിലേക്ക് തിരിച്ചടപ്പിച്ചിരിക്കുകയാണ് ചുനക്കര പഞ്ചായത്ത് അധികൃതർ. പഞ്ചായത്ത് സെക്രട്ടറി നിയമവിരുദ്ധമായി വിശദീകരണം ചോദിച്ചതിന് പിന്നാലെയാണ് പണം തിരിച്ചടപ്പിച്ചത്. മന്ത്രി എം ബി രാജേഷിന് പണം നേരിട്ട് കൈമാറിയതിന്റെ നീരസമാണ് പഞ്ചായത്ത് അധികൃതരുടെ നിയമവിരുദ്ധ നീക്കത്തിന് പിന്നിലെന്നാണ് വിവരം. വിശദീകരണ നോട്ടീസും പണം കൈമാറിയ ഫോട്ടോയും റിപ്പോർട്ടറിന് കിട്ടി. എന്നാൽ സംഭവത്തെക്കുറിച്ച് പ്രതികരിക്കാൻ പഞ്ചായത്ത് സെക്രട്ടറിയും അസിസ്റ്റന്റ് സെക്രട്ടറിയും തയ്യാറായില്ല. റിപ്പോർട്ടർ ബ്രേക്കിംഗ് വാർത്തയുടെ വിവരങ്ങളുമായി നമുക്കൊപ്പം എത്തുന്നു ടി വി പ്രസാദ്. ഹരിതകർമ്മ സേനാംഗങ്ങൾ അവരുടെ സ്വന്തം നിലയ്ക്ക് പിരിച്ചു നൽകിയ പണമാണോ ഇപ്പോൾ ഈ ഒരു നടപടിക്രമങ്ങളിലെ വീഴ്ച എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിശദീകരണത്തിലേക്കും നടപടിയിലേക്കുമൊക്കെ കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിച്ചത്? സുജയ, നിയമവിരുദ്ധമായ നീക്കമാണ് ചുനക്കര പഞ്ചായത്ത് അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായത്. അതായത് ഹരിതകർമ്മസേന എങ്ങനെ പ്രവർത്തിക്കണമെന്ന് 2020 തന്നെ സർക്കാർ വളരെ കൃത്യമായ ഒരു ഉത്തരവ് ഇറക്കിയിട്ടുണ്ട്. ആ ഉത്തരവിൻ്റെ 22ാമത്തെ പേജിൽ 6ാമത്തെ ഭാഗമായി കൃത്യമായി പറയുന്നതുമുണ്ട് അവരുടെ കോർപ്പസ് ഫണ്ട് എങ്ങനെ ചെലവഴിക്കണമെന്ന് അവർക്ക് ഭൂരിപക്ഷ അഭിപ്രായ പ്രകാരം തീരുമാനിക്കാമെന്ന്. ഈ തീരുമാനത്തിലേക്കാണ് പഞ്ചായത്ത് അധികൃതർ ഇടപെട്ടത്. അത് ഒരു മനുഷ്യത്വരഹിതമായ നടപടിയായിപ്പോയി സുജയ എന്നതാണ് ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം. അതായത് ചുനക്കര പഞ്ചായത്തിലെ 30 ഹരിതകർമ്മസേന അംഗങ്ങൾ അവർ 1000 രൂപ വീതം പിരിക്കുന്നു. അങ്ങനെ 30,000 രൂപ സംഘടിപ്പിക്കുന്നു. അവരുടെ കോർപ്പസ് ഫണ്ടിലുള്ള 20,000 രൂപ കൂടിയെടുക്കുന്നു അവരുടെ തീരുമാനപ്രകാരം. അങ്ങനെ 50,000 രൂപ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് വയനാട്ടിലെ ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടലിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ തീരുമാനമെടുക്കുന്നത്. അങ്ങനെ മന്ത്രിക്ക് നേരിട്ട് കൈമാറണം എന്നായിരുന്നു ഇവരുടെ ആഗ്രഹം. മന്ത്രി എം ബി രാജേഷിന് കൈമാറണം. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയാണ്. മന്ത്രിക്ക് കൈമാറണം എന്ന ആഗ്രഹം പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ മുമ്പാകെ ഇവർ അവതരിപ്പിക്കുകയും ചെയ്തു. ആ സമയത്ത് അവിടെ 2 സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമുണ്ട്, കൂടാതെ പഞ്ചായത്ത് സെക്രട്ടറിയുമുണ്ട്. അപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റും സെക്രട്ടറിയും അവരോട് പറഞ്ഞത് തൊട്ടടുത്ത പാലമേൽ പഞ്ചായത്ത് അവർ പണം പിരിച്ച് നൽകിയത് പഞ്ചായത്ത് പ്രസിഡന്റിനാണ്, അതുകൊണ്ട് പ്രസിഡന്റ് വഴി തന്നെ പണം കൊടുത്താൽ പോരെ എന്ന് ചോദിച്ച സമയത്ത് ഇവരുടെ ആഗ്രഹം പറഞ്ഞു. അത് MLA വഴി മന്ത്രിക്ക് കൊടുക്കുന്നതല്ലേ നല്ലത് എന്ന് പറഞ്ഞ സമയത്ത് അത് നിങ്ങളുടെ ഇഷ്ടത്തിന് ഇനി ആയിക്കൊള്ളൂ എന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് അവരോട് പറയുകയും ചെയ്തു എന്നതാണ് കിട്ടിയ വിവരം. മാത്രമല്ല ഈ വിവരം അവർ പഞ്ചായത്തിന് കൊടുത്ത വിശദീകരണത്തിൻ്റെ മറുപടിയിലുമുണ്ട്. അങ്ങനെ പഞ്ചായത്ത് പ്രസിഡന്റിന് നേരിട്ട് കൊടുക്കാതെ അവർ MLA വഴി മന്ത്രി എം ബി രാജേഷിന് നേരിട്ട് ഈ പണം കൈമാറി. ആ പണം കൈമാറിയതിൻ്റെ ഫോട്ടോ ആണ് നമ്മുടെ കയ്യിലുള്ളത്. അങ്ങനെ കൈമാറിയതിൻ്റെ നീരസമാണ് പിന്നീട് കണ്ടത്. അതായത് 14-ാം തീയതി ഇവരോട് 13-ാം തീയതി പണം കൊടുക്കുന്നു. 14-ാം തീയതി തന്നെ വിശദീകരണ നോട്ടീസ് ഇവർ കൊടുക്കുകയാണ്. വിശദീകരണ നോട്ടീസിലും ഞാൻ ഇപ്പോൾ പറഞ്ഞ 2020 ഇതേ ഉത്തരവ് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് എന്നതാണ്. പക്ഷേ ആ ഉത്തരവ് പ്രകാരം ഇത്തരമൊരു കാര്യത്തിൽ, അതായത് ഹരിതകർമ്മസേനയുടെ ഇത്തരമൊരു ഭരണപരമായ കാര്യത്തിൽ ഇത്തരമൊരു തീരുമാനത്തിൽ ഒരിക്കലും പഞ്ചായത്തിന് ഇടപെടാൻ കഴിയില്ല. കാരണം അതിൽ എന്തെങ്കിലും വീഴ്ചയുണ്ടെങ്കിൽ കുടുംബശ്രീ മിഷൻ ഇടപെടാമെന്നുള്ളതാണ്. കാരണം കുടുംബശ്രീക്ക് താഴെ വരുന്നതാണല്ലോ ഈ ഹരിതകർമ്മസേന. അങ്ങനെ വിശദീകരണം ചോദിച്ചു എന്ന് മാത്രമല്ല സുജയ, 14-ാം തീയതി ചോദിച്ചതിന് ഇവർ 16-ാം തീയതി വിശദീകരണം നൽകി. 16-ാം തീയതി തന്നെ പഞ്ചായത്ത് സെക്രട്ടറിയും അസിസ്റ്റന്റ് സെക്രട്ടറിയും ചേർന്ന് ഇതിൻ്റെ ഹരിതകർമ്മസേനയുടെ സെക്രട്ടറിയിൽ നിന്നും പ്രസിഡന്റിൽ നിന്നും ബാക്കി വന്ന കൺസോർഷ്യസിൽ നിന്നെടുത്ത് കോർപ്പസ് ഫണ്ടിൽ നിന്നെടുത്ത 20,000 രൂപ തിരിച്ചടപ്പിച്ചു അതേ ഫണ്ടിലേക്ക് എന്നുള്ളതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം. ഇന്ന് രാവിലെയും നമ്മൾ അവരെ വിളിച്ച സമയത്ത് അവർ ഫണ്ട് ഇങ്ങനെ തിരിച്ചടപ്പിച്ചു എന്ന കാര്യം പറയാൻ വേണ്ടി അവർക്ക് പേടിയായി കഴിഞ്ഞു. കാരണം ഇത് അത്യാവശ്യം പുറത്തേക്ക് അറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. നിയമവിരുദ്ധമായ നീക്കമാണ് പഞ്ചായത്ത് നടത്തിയതെന്ന് പഞ്ചായത്ത് അധികൃതർക്ക് ബോധ്യപ്പെട്ട് കാണണം. പക്ഷേ എന്തായാലും അവർ നമ്മളോട് കൃത്യമായി കാര്യം സംസാരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഓഡിയോ സഹിതം നമ്മുടെ കയ്യിലുണ്ട്. എന്തായാലും പഞ്ചായത്തെ അധികൃതർ സെക്രട്ടറിയും അസിസ്റ്റന്റ് സെക്രട്ടറിയും ചേർന്ന് ഇവരുടെ 2 പേരുടെ കയ്യിൽ നിന്ന് 20,000 രൂപ 16-ാം തീയതി തന്നെ ഈ കോർപ്പസ് ഫണ്ടിലേക്ക് തിരിച്ചടക്കുകയും ചെയ്തു. ഇപ്പോൾ ബാക്കിയുള്ള ഹരിതകർമ്മ സേനാംഗങ്ങളിൽ നിന്ന് 500 രൂപ കൂടി പിരിച്ച് ഈ 20,000 രൂപ സംഘടിപ്പിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് ഈ പാവങ്ങൾ. ഇത് ഒരു പ്രശംസനീയമായ ഒരു ഇടപെടലാണ്. ഹരിതകർമ്മ സേനാംഗങ്ങളുടെ വരുമാനം നമുക്കറിയാം, വളരെ കുറച്ച് മാത്രമാണ് അവർക്കതിൽ നിന്ന് കിട്ടുന്നത്. അതിൽ നിന്ന് അവർ 1000 രൂപ നീക്കിവെച്ചു എന്നുള്ളതാണ്. ബാക്കിയുള്ള 20,000 രൂപ കോർപ്പസ് ഫണ്ടിൽ കൂടി എടുത്ത് ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്തു. ഏറ്റവും അഭിമാനകരമായ ഒരു കാര്യം തന്നെയാണ്, നമ്മളെല്ലാവരും പ്രശംസിക്കേണ്ടതുമാണ്. അവിടെയാണ് പഞ്ചായത്തിലെ ചിലരുടെ ഈഗോ വർക്കൗട്ടായി ഈ പാവങ്ങളിൽ നിന്ന് ആ പണം തിരിച്ചു പിടിച്ചതും പിന്നീട് ഇങ്ങനെ പണം തിരിച്ചു പിടിച്ചു എന്ന കാര്യം ഒരാളോടും പറയരുത് എന്ന് പറയുന്ന നീക്കവും പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത് സർവോപരി സുജയ, ഈ പഞ്ചായത്ത് ഭരിക്കുന്നത് LDF ആണ് എന്നുള്ളതാണ്.
വയനാട്ടിലെ ചൂരൽമലയിലും മുണ്ടക്കയിലും ഉണ്ടായ ഉരുൾപൊട്ടലിൻ്റെ പശ്ചാത്തലത്തിലെടുത്ത ഒരു ധീരമായ തീരുമാനത്തെ പ്രശംസിച്ച് അവർ അതിനെ അംഗീകരിക്കേണ്ടതിന് പകരം ഇവരിൽ നിന്ന് നിയമവിരുദ്ധമായി പണം ഈടാക്കാനുള്ള നീക്കമാണ് പഞ്ചായത്ത് നടത്തിയത്. അതാണ് നമ്മൾ പുറത്തു കൊണ്ടുവരുന്നത്. ഇത് ആശാവഹമായ ഒരു കാര്യമല്ല. ഒരു സമൂഹത്തെ സഹായിക്കാനുള്ള ഒരു കൂട്ടം മനുഷ്യരുടെ നല്ല മനസ്സിനെയാണ് ഇവർ ചോദ്യം ചെയ്തത് എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സുജയ, പിരിച്ച പണം അത് തിരിച്ചടപ്പിക്കുന്ന സമീപനമാണ് ഉണ്ടായിരിക്കുന്നത്. ഇതിൽ അധികൃതരുടെ പ്രതികരണമൊന്നും വരുന്നില്ലല്ലോ പ്രസാദ്. അത് എന്തുകൊണ്ടാണ്? പഞ്ചായത്ത് സെക്രട്ടറിയെ ബന്ധപ്പെടുമ്പോൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പഞ്ചായത്തിലെ മറ്റാരെങ്കിലും ഒക്കെ ബന്ധപ്പെടുമ്പോൾ എന്താണ് അവർ പറഞ്ഞൊഴിയാൻ നോക്കുന്നത്? ഇതിൽ പ്രധാനമായും നമ്മൾ മനസ്സിലാക്കിയത് സുജയ, ഇതെല്ലാവരുടെയും കൂടിയുള്ളൊരു തീരുമാനമാണ്. അത് പഞ്ചായത്ത് പ്രസിഡന്റ് അറിയാതെ ഒരു കാരണവശാലും സെക്രട്ടറിക്ക് അങ്ങനെ ഒരു നിയമവിരുദ്ധമായ വിശദീകരണ നോട്ടീസ് കൊടുക്കാൻ കഴിയില്ല. പഞ്ചായത്ത് സെക്രട്ടറിയെ നമ്മൾ ഇന്നലെ മുതൽ വിളിക്കുന്നുണ്ട്, ആ ഫോൺ എടുക്കുന്നില്ല. അതിലേക്ക് നമ്മൾ മെസ്സേജ് അയച്ചു, പ്രതികരിക്കുന്നില്ല. അങ്ങനെയാണ് അസിസ്റ്റന്റ് സെക്രട്ടറിയെ വിളിച്ചു നോക്കിയത്. രേണു എന്നാണ് അവരുടെ പേര്. പഞ്ചായത്ത് സെക്രട്ടറിയുടെ പേര് ഷിബി എന്നാണ്. രേണുവിനെ വിളിച്ച സമയത്ത് എനിക്കൊന്നും അറിയില്ല, പഞ്ചായത്ത് സെക്രട്ടറിയോട് വേണമെങ്കിൽ ചോദിച്ചോളൂ, സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുകയാണ് അസിസ്റ്റന്റ് സെക്രട്ടറി ചെയ്തത്. ഈ അസിസ്റ്റന്റ് സെക്രട്ടറിയും ചേർന്നാണ് പണം അടുപ്പിക്കാനുള്ള നീക്കവും നടത്തിയത്. എന്തായാലും ഇല്ല, മന്ത്രിയുടെ വിസ്തീർണം നമ്മൾ തേടിയിട്ടില്ല സുജയ. ഉറപ്പായിട്ടും മന്ത്രിയുടെ വിസ്തീർണം നമ്മൾ തേടണം. കാരണം മാതൃകാപരമായ ഒരു പ്രവർത്തനം നടത്തിയവരെ ഇങ്ങനെ പഞ്ചായത്തിൽ നിന്ന് അവഹേളിക്കുന്നത് ശരിയാണോ എന്ന് തന്നെയാണ് മന്ത്രി ചിന്തിക്കേണ്ടത്. മനസ്സിലാകാത്ത ആളുകളുണ്ടെങ്കിൽ അവരോട് അത് പറഞ്ഞു കൊടുക്കേണ്ടത് മന്ത്രി എം പി രാജേഷ് തന്നെയാണ്. അദ്ദേഹവുമായി നമുക്ക് ബന്ധപ്പെടാം. നമ്മുടെ റിപ്പോർട്ടേഴ്സ് ആ പ്രതികരണങ്ങൾ കൂടിയെടുക്കും. TV പ്രസാദാണ് ഈ ഒരു അനീതിയുടെ കാഴ്ച പുറത്തു കൊണ്ടുവന്നത്.